പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെ മർദ്ദിച്ച കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഒഴിവാക്കി എന്ന് ആരോപണം. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 5 DYFI പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിലാണ് പ്രതിഷേധം ഉയരുന്നത്. പ്രതികൾ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചതിന് തെളിവില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. S. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാമ, ഈ പോലീസിന്റെ അയഞ്ഞ നിലപാടിന്റെ കാരണം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എൽദോസിന്റെ അടക്കം. വേണു, ഈ വിഷയത്തിൽ ഇന്നലെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കാനായിരുന്നു MLA എത്തിയിരുന്നത്. പക്ഷേ 5 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട നടപടി പുനഃപരിശോധിക്കുമെന്നും തുടർന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും MLAക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആദ്യം ജാമ്യം ലഭിക്കാത്ത വകുപ്പായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. കാരണം ആശുപത്രിയിൽ അതിക്രമിച്ച് കയറി MLAയും മറ്റ് ആളുകളെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളെയും 30-ലധികം DYFI പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു കേസ്. ഇതിൽ 30 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത്. ആ കേസാണ് വളരെ പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പായി മാറ്റുകയും ചെയ്തത്. MLAയെയും മറ്റുള്ളവരെയും ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചാണ് എന്നുള്ള തെളിയിക്കാൻ തക്ക തെളിവുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ തെളിവുകൾ കണ്ടെത്തേണ്ടതും പോലീസ് തന്നെയാണ്. അതേ പോലീസ് തന്നെയാണ് ജാമ്യമില്ലാ കേസ് ജാമ്യം ലഭിക്കുന്ന കേസാക്കി മാറ്റി സ്റ്റേഷൻ ജാമ്യം നൽകി പ്രതികളെ വിട്ടത്. വേണു, ശരി. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.